ചെല്ലി ഉണ്ട് ഉണ്ട് ഹലോ. ഒരു ഇൻട്രോ എടുക്കൽ അപാരതയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങൾ ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ട് ഈ ഒരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എങ്ങനെ എടുത്തിട്ടും ഈ സംഭവം അങ്ങോട്ട് സെറ്റാവുന്നില്ല. പിന്നെ അവിടെ നിന്നിട്ട് ശരിയായില്ല. പിന്നെ പറഞ്ഞു ഓക്കെ നമുക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ, നമുക്കിങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ സെറ്റായില്ല. ഇടയ്ക്ക് ഒന്നെങ്കിലും മോള് കയറി വരും, എന്തൊക്കെയോ വിളിച്ചു പറയും, അങ്ങനെയൊക്കെ ആയിട്ട് അത് മൊത്തത്തിൽ കൊളായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എടുക്കാം. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്ക് ഒന്നിച്ചെടുക്കാം, ഇപ്പം നീ ഒറ്റയ്ക്ക് ചെയ്തോ പറഞ്ഞിട്ട് പോയി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമുക്ക് ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ ഇട്ടിട്ട്, അപ്പൊ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ സുന്ദരിമണി ഇവിടെ ഉണ്ട്. സേ ഹായ്. അവിടെ ലൈറ്റ് കുറവാണ്, അതാ. ഓക്കെ, ഞാൻ കുറേ ദിവസമായില്ലൊരു വീഡിയോ ഒക്കെ എടുത്ത്. ഇതിപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലല്ല, സിസ്റ്ററുടെ വീട്ടിലേക്ക് വന്നതാണ്. ഇപ്പം തന്നെ തിരിച്ചു പോവും. അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ആൻഡ് പിന്നെ കുറേ ദിവസമായി ഞാനൊരു ഫുൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നു. എന്താ വെച്ചാൽ ചാനൽ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായിപ്പോവും. വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. വൺ തിങ്, ഞാൻ നല്ല ബിസി ആയിരുന്നു. നല്ല ബിസി എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നെൻ്റെ ജോബ് ചേഞ്ചായി, അതിൻ്റെ ബിസി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൈക്ക് ഹെൽത്ത് ഇഷ്യൂസും ഇതൊക്കെ ആയിട്ട്, എനിക്കല്ല ഉമ്മാൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നെ തന്നെ ആയിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ ഓക്കെ ആണ്. അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ സിസ്റ്ററിൻ്റെ വീട്. അങ്ങനെ അവിടെ വരെ വന്നതാണ്, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഇപ്പം തന്നെ പോവും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് പുറത്ത് പോയിട്ട് ഇവിടെ ഒന്നിനും വീട്ടിൽ കയറിയിട്ടില്ല, വീട്ടിൽ പോകണം. അങ്ങനെ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. പുറത്ത് അവർക്ക് ഫുഡ് കഴിക്കുന്ന, എനിക്ക് തീരെ വിശപ്പില്ല, പാനിപൂരിയൊക്കെ കഴിച്ചിട്ട് വന്നോണ്ട്. സോ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്, കാണിച്ചു തരാം. എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ മൊത്തത്തിൽ ടയേർഡായിട്ട് നിൽക്കുകയാണ്. പിന്നെ മാസ്ക് എന്തിനായിട്ടൊന്ന് ചോദിക്കരുത്, ആദ്യമല്ലേ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഫേസ് കാണിക്കാനുള്ള ഇതില്ല, ഒരു ചമ്മലത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പോകാൻ കൂടി നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ മാസ്ക് എടുത്തിട്ടില്ല. പിന്നെന്താ, നല്ല ടയേർഡാണ് കേട്ടോ, നല്ല ടയേർഡാണ്. ഉറക്കൊന്നും ശരിയല്ല, ഇപ്പം ഫുള്ള് ഇങ്ങനെ താളം തെറ്റി കിടക്കാണ്. പിന്നെന്താ, ഇവിടെ ഒരാൾക്ക് വീട്ടിൽ പോകണമെന്നൊരു ചിന്ത പോരെ ഇല്ല, ഭയങ്കര കളിയിലാണ്. ഒറ്റ പല്ല് പോലും ഇല്ല, ഫുള്ള് ചോക്ലേറ്റ് തിന്ന് 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 നശിപ്പിച്ചതാണ് കേട്ടോ മൊത്തം. ഇപ്പം കുറേ ചോക്ലേറ്റ് കയ്യിലും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നാളെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാനുള്ളതാണ്. ആ ഒരു ബോധം പോലും ഈ പെണ്ണിനില്ല. പോയി നിഷ, നമ്മ പോയി, നമ്മ ഉത്തക്ക് പോയി. Let's go to home. Yes. Okay, come on. Get up. Get up from the bed. നമ്മ ഇവിടെ തന്നെ കിടക്കായാ? പെട്ടെന്ന് ആന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കാൻ അവൾക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ സിസ്റ്ററും അളിയനും കൂടി കൊഞ്ചിച്ച് വഷളാക്കി വെച്ച ഒരു മോളാണ് എൻ്റെത്. നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കണ്ടിട്ട് എനിക്ക് കൊതി വന്നു, സത്യം പറയാമല്ലോ കൊതി വന്നു. ആ ടൈമിൽ എനിക്ക് തീരെ വിശപ്പില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ വാരി ഒലിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, പാനിപ്പൂരി അത് ഇതൊക്കെ.
അങ്ങനെ ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. ഇത് ഈ മുകളിലോട്ട് അന്തം വീഴ്ച പോലെ നോക്കുന്നത് ടി വി ആണ് കേട്ടോ. ഏതോ ഒരു പഴയ മൂവി ഇട്ട് അത് കണ്ടുകൊണ്ടാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. ഇത് ചിക്കൻ കറി ഉണ്ടാക്കിയതാ, പൊറോട്ട ഉണ്ടാക്കിയതൊന്നുമല്ല, മേടിച്ചതാണ്. അങ്ങനെ ഇത് രണ്ടാളും, ഇത് എൻ്റെ അറിയാലോ, വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും, എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡാണ്. രണ്ടാളും മൂവിയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാണെങ്കിൽ സൈഡിലിരുന്നിട്ട് വലിയ ആളായിട്ട് ഞാൻ ഫുഡ് ഒറ്റയ്ക്ക് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊരു അത് അവൾ തൊട്ടിട്ടന്നില്ല, വെറുതെ ഇങ്ങനെ ആക്കണല്ലാണ്ട് അവൾ കഴിച്ചിട്ടില്ല. കുറേ ഈ ചോക്ലേറ്റൊക്കെ തിന്നാൻ ഒരു പെർമിഷന് വേണ്ടിയിട്ടാണ് അവൾ ആ ഫുഡും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ സിസ്റ്റർ അത് ഫുഡ് മേടിച്ചിട്ട് ഞാൻ വാരി തന്നോളാം, നീ ഇന്ന് കഴിച്ചേ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളത് ഇൻഷാക്ക് വാരിക്കൊടുക്കുകയാണ്. ഇവിടെ വന്നാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ അളിയൻ എന്തൊക്കെയോ ടോയ്സ് അത് ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഇതൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിരിക്കും. എൻ്റെ സിസ്റ്റർ ഫുഡ് വാരി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഴിച്ച് തീർക്കുന്നുണ്ട്. പിന്നെ സൗണ്ടൊക്കെ കുറവുണ്ടാവും, മൈക്കൊന്നും ഇട്ടിട്ടല്ല കേട്ടോ, ഇങ്ങനെ നോർമലി സംസാരിക്കുകയാണ്. അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെന്താ ഇൻഷ? ഫുഡ് കഴിച്ച് ഇൻഷാക്ക് എൻ്റെ സിസ്റ്റർ വാരിക്കൊടുത്ത്, പക്ഷേ ഉമ്മ ഫുഡ് കഴിച്ചിട്ടില്ല. ഇത് നേരത്തെ ഇൻട്രോയുടെ പകുതിയാണ്. ഞങ്ങൾ നിന്നും ഇരുന്നും കുറേ ടൈപ്പിലങ്ങ് എടുത്തു നോക്കി, സെറ്റായില്ല, അതാണത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു ടോയ്, അതിങ്ങനെ അതിനെക്കുറിച്ചിട്ട് എന്തോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും കൂടിയിട്ട്. മറ്റേ ബബിൾസ് വരൂലേ, എന്താ സംഭവം, അതാണ്. ഓളെ സന്തോഷം നോക്കിക്കേ, ഭയങ്കര ഹാപ്പിയാണ്. ഇതിപ്പോൾ എൻ്റെ ID കാർഡൊക്കെ കിടക്കണത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതല്ലേ, ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നതാണ്. ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൻഷാ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓൾറെഡി 11 o'clock ഒക്കെ ആയി, 11 മണി അങ്ങനെ എന്തോ ആയി. നമ്മളവിടെ നിന്ന് സിസ്റ്റർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് രാവിലെ എണീച്ചിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, ഇൻഷാക്ക് സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിലെത്തിയിട്ട് ഞാനങ്ങനെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഓൾറെഡി കുറേ ലേറ്റായില്ലേ. നമ്മൾ പോകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഒരു 11:45 ആ ടൈമൊക്കെ ആയി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഗ്രേപ്സ് എടുത്ത് വെക്കും ഫ്രീസറിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ. ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസായിട്ട് കഴിക്കണം. ഞാനിത് ഫ്രീസറിൽ വെക്കുമ്പോൾ ആരെങ്കിലും എടുത്ത് കഴിക്കും, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ വേഗം വന്നിട്ട് നോക്കിയത് എന്തെങ്കിലും ബാലൻസ് ഉണ്ടോയെന്ന്. അങ്ങനെ കുറച്ച് കിട്ടി, അതെടുത്ത് കഴിച്ചു. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പുറത്ത് വന്ന് റൂമിൽ നോക്കുമ്പോൾ ആൾ കുളിച്ചിട്ടൊക്കെ കിടക്കാനിങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. ഭയങ്കര ടയേർഡായി, കുറേ ലേറ്റായി നമ്മൾ വീട്ടിലെത്താൻ. ഇതിപ്പോൾ മസിലൊക്കെ ഞാൻ ഇതാക്കിയതാണ് കേട്ടോ, ഈ ഡ്രസ്സൊക്കെ ഇടാണ്ട് എന്താ മസിലും പരിപ്പിച്ചുകൊണ്ട് നിൽക്കണേന്ന്. അങ്ങനെ അതിനൊന്ന് 6 pack അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബൈ.